ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ജോബ് അപ്ലിക്കേഷൻ. അഥവാ നമുക്കൊരു ജോലിക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്താണ് ഈ ജോബ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ജോബ് അപ്ലിക്കേഷൻ എന്നുള്ളത് നോക്കാം. ജോബ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള, നമുക്കൊരു ജോലി വേണം, അതിന് ആ ഒരു കമ്പനീനെ അറിയിക്കുകയാണ് നമ്മളിങ്ങനെ ജോലിക്കായിട്ട് വില്ലിങ് ആണ് എന്നുള്ളത് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അയക്കുന്ന ഒരു ഫോർമൽ ലെറ്ററോ ഒരു ഇമെയിലോ ആണ് ജോബ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരാൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള ഒരു സ്കില്ലാണ് ജോബ് അപ്ലിക്കേഷൻ എഴുതാനോ അല്ലെങ്കിൽ ജോബ് അപ്ലിക്കേഷൻ എന്ന് പറയുന്ന സംഭവം അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ല് തന്നെയാണ്. സോ ഈ ഒരു ജോബ് അപ്ലിക്കേഷനിലൂടെയാണ് നമ്മളെക്കുറിച്ചും നമ്മളുടെ സ്കില്ലിനെ കുറിച്ചും കമ്പനിയിലോട്ട് അറിയിക്കുന്നത്. നമ്മുടെ ക്വാളിഫിക്കേഷൻസ് ആവട്ടെ, മറ്റെന്തോ ആയിക്കോട്ടെ, നമ്മൾ ആ ഒരു കമ്പനിയിലോട്ട് നമ്മളെക്കുറിച്ച് അറിയിക്കുന്നത് ഈ ജോബ് അപ്ലിക്കേഷൻ വഴിയാണ്. സോ ഒരു ജോബ് അപ്ലിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ചൊരു ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ജോബ് അപ്ലിക്കേഷൻ സഹായിക്കും. അതുപോലെ നമ്മളും ആ ഒരു കമ്പനിയുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ ജോബ് അപ്ലിക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽപ്സ് എംപ്ലോയേഴ്സ്, ആരാണോ നമുക്ക് ജോലി തരുന്നത് അവരെ സഹായിക്കാനാണ് ഈ ജോബ് അപ്ലിക്കേഷൻസ് മെയിൻലി വർക്ക് ചെയ്യുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കിട്ടണം എന്നുണ്ടെങ്കിൽ ജോലി ആവശ്യമുള്ള എംപ്ലോയീസ് അവരുടെ ജോബ് അപ്ലിക്കേഷൻ ഫോമുകൾ ഈ എംപ്ലോയേഴ്സിൻ്റെ കയ്യിലോട്ട് എത്തിച്ചാലാണ് എംപ്ലോയേഴ്സിന് കുറച്ചും കൂടിയും എബിലിറ്റിയും അവരുടെ ഇൻട്രസ്റ്റൊക്കെ നോക്കിക്കൊണ്ട് അവരെ ജോലിക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ എത്രത്തോളം ജോബ് അപ്ലിക്കേഷൻ പെർഫെക്റ്റ് ആണോ അത്രത്തോളം നമുക്ക് നമ്മുടെ ജോലി കിട്ടാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. സോ ഒരു ജോബ് അപ്ലിക്കേഷൻ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ യൂഷ്വലി ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ലൈനാണ്. സബ്ജക്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഒരു സാധാ സ്റ്റോറിലേക്കുള്ള ഒരു സെയിൽസിനുള്ളൊരു അപ്ലിക്കേഷനാണെന്ന് വെക്കുക. നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു പൊസിഷനിലോട്ടാണെങ്കിൽ നമ്മൾ ഇമെയിൽ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഇമെയിൽ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഇമെയിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലൈൻ ഉണ്ട്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്ന ലൈനിൽ നമ്മൾ എഴുതേണ്ടതാണ് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഡാഷ്. അതായത് എന്താണോ നമ്മുടെ പോസ്റ്റ്, ഇപ്പോൾ നമ്മൾ സ്റ്റോർ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സ്റ്റോർ മാനേജർ. നമുക്കൊരു സെയിൽസ്മാൻ ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സെയിൽസ്മാൻ. ഇപ്പോൾ നമുക്കൊരു അക്കൗണ്ടൻ്റ് ആവാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് അക്കൗണ്ടൻറ്റ്. അതല്ല ടീച്ചറാണ് എന്നുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ടീച്ചർ. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ ആ ഒരു പോസ്റ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാം. പക്ഷേ സബ്ജക്റ്റ് ലൈന് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ്, ഇന്നൊരു പോസ്റ്റിലോട്ടുള്ള ഒരു അപ്ലിക്കേഷനാണിത് എന്നാണ് നമ്മൾ ആദ്യം തന്നെ സബ്ജക്റ്റ് ലൈനായിട്ട് കൊടുക്കേണ്ടത്. അതിന് തൊട്ട് താഴെ പിന്നെ നമ്മൾ സല്യൂട്ടേഷനാണ് പറയുക. സല്യൂട്ടേഷൻ പറയുമ്പോൾ ഡിയർ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് സാർ അല്ലെങ്കിൽ ഡിയർ മാനേജർ എന്ന് വെച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ ആ ഒരു സല്യൂട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മൾ നമ്മുടെ പാരഗ്രാഫ് ഓപ്പൺ ചെയ്യുക. എന്താണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, എന്ത് കണ്ടിട്ടാണ്, അതായത് ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടായിരിക്കും ചിലർ, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലുള്ള ഏതെങ്കിലും ആഡായിരിക്കും, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു നോട്ടീസോ മറ്റ് ഫ്ലെക്സ് ബോർഡിൽ ഒക്കെ കണ്ടിട്ടായിരിക്കാം അവർ ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എവിടെയാണോ ഈ ഒരു ജോലിക്ക് ആളെ ആവശ്യമുണ്ട് എന്നുള്ള ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടത് ആ ഒരു കാര്യത്തിനെ കുറിച്ച് മെൻഷൻ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ ആ ഒരു ഓപ്പണിംഗ് പാരഗ്രാഫ് തുടങ്ങാനായിട്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ പേപ്പറിൽ കണ്ട ആ ഒരു ജോലിയുടെ വേക്കൻസി
എന്നതിലേക്കാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു ജോബ് ആപ്ലിക്കേഷൻ അയക്കുന്നത് എന്ന് വേണം നമ്മൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആയിരിക്കും നമ്മളൊരു ഓപ്പണിംഗ് പാരഗ്രാഫ് തുടങ്ങാനായിട്ട്. പിന്നെ നമ്മളെ ബോഡി പാരഗ്രാഫിലോട്ട് വരാം. ബോഡി പാരഗ്രാഫിൽ കംപ്ലീറ്റ് നമ്മുടെ ക്വാളിഫിക്കേഷൻസ്, സ്കില്ലുകൾ, എത്രത്തോളം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, മുൻപ് എത്രത്തോളം ഇൻറ്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിരിക്കും ബോഡി പാരഗ്രാഫിൽ എഴുതുക. പിന്നെ നമ്മൾ ക്ലോസിംഗ് പാരഗ്രാഫ് ആയിരിക്കും. ക്ലോസിംഗ് പാരഗ്രാഫിൽ നമ്മൾ ഈ ഒരു കാര്യമാണ് അറ്റാച്ച് ചെയ്യുക. അതായത് നമ്മൾ റെസ്യൂമേ ഇതിന് താഴെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഷുവറായിട്ടും എൻ്റെ നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു സംഭവം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ക്ലോസിംഗ് പാരഗ്രാഫ് അല്ലെങ്കിൽ പാരഗ്രാഫ് ഏറ്റവും അവസാനത്തെ സംഭവം എന്ന് പറയുന്നത് ഇതായിരിക്കണം. അതായത് ഞാൻ എൻ്റെ റെസ്യൂമേ ഇതിനോടകം അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇൻ്റർവ്യൂവിന് ക്ഷണിക്കുകയാണെങ്കിൽ എൻ്റെ ഈ കോൺടാക്റ്റ് നമ്പറിലോട്ട് വിളിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ കോൺടാക്റ്റ് നമ്പറൊക്കെ കൊടുത്തുകൊണ്ട് ഇങ്ങനെയാണ് ഒരു ജോബ് ആപ്ലിക്കേഷൻ തയ്യാറാക്കുന്നത്. ജോബ് ആപ്ലിക്കേഷൻ ഫോം തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഫോർമലായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യണം, ക്ലിയർ ആയിരിക്കണം കാര്യങ്ങൾ, കൺസൈസ് ആയിരിക്കണം, ഒരുപാട് വലിച്ചു വാരി എഴുതരുത്, എല്ലാം ക്ലിയർ ആൻഡ് കൺസൈസ് ആക്കിയിട്ട് എഴുതി വെക്കുക. പിന്നെ നമ്മുടെ സ്കില്ലും നമ്മുടെ സ്ട്രെങ്ത്തും ഒക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അതൊക്കെ ഭയങ്കര ചെറിയ ഫോണ്ടിൽ എഴുതുക അങ്ങനെയൊന്നും പാടില്ല, നല്ല ഹൈലൈറ്റ് ചെയ്ത് അതിനൊക്കെ ചെയ്യുക. പിന്നെ നമ്മളെ റെസ്യൂമേ മെൻഷൻ അവിടെ അറ്റാച്ച് ചെയ്യുക. അതായത് നമ്മൾ താഴെ റെസ്യൂമേ അയക്കുന്നുണ്ട് എന്ന് പറയാം. പിന്നെ നമ്മുടെ ആ ഒരു ജോബ് ആപ്ലിക്കേഷനിലൂടെ തന്നെ നമ്മുടെ ആ ഒരു കോൺഫിഡൻസും അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ആ ഒരു ജോലി വേണമെന്നുള്ള വില്ലിങ്നെസ്സും ഒക്കെ നമുക്ക് ആ ഒരു ജോബ് ആപ്ലിക്കേഷനിലൂടെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അപ്പം ഇത്രയാണ് ജോബ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സംഭവം ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി അതിൻ്റെ ഒരു സാമ്പിൾ ജോബ് ആപ്ലിക്കേഷൻ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഒരു ബിഗ് ബസാറിലോട്ടുള്ള ഒരു സ്റ്റോർ അസിസ്റ്റൻറ്റിൻ്റെ ഒരു ജോബ് ആപ്ലിക്കേഷൻ ഒരു സാമ്പിൾ പോലെ കൊടുത്തേക്കാണ്. അപ്പോൾ സബ്ജക്റ്റ് അവിടെ നോക്കുക. സബ്ജക്റ്റ് എന്താണ് കൊടുത്തിട്ടുള്ളത്? ആപ്ലിക്കേഷൻ ഫോർ പോസ്റ്റ് ഓഫ് സ്റ്റോർ അസിസ്റ്റൻറ്റ്. അപ്പോൾ അവിടെ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ പോസ്റ്റ് കൊടുക്കാം. നമുക്കിപ്പോൾ ഒരു ടീച്ചറാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ടീച്ചർ അങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇനി അതിന് താഴെ നമ്മൾ സല്യൂട്ടേഷൻ പറയാണ്. ഡിയർ മാനേജർ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് ഹയറിംഗ് മാനേജർ എന്ന് പറയാം. ഐ എം റൈറ്റിംഗ് ടു അപ്ലൈ ഫോർ ദ പൊസിഷൻ ഓഫ് സ്റ്റോർ അസിസ്റ്റൻറ്റ് അറ്റ് ബിഗ് ബസാർ ആസ് അഡ്വർടൈസ്ഡ്. അഡ്വർടൈസ്മെൻറ്റ് കണ്ട പ്രകാരം ഞാൻ ഈ ബിഗ് ബസാറിലോട്ടുള്ള സ്റ്റോർ അസിസ്റ്റൻറ്റ് പോസ്റ്റിലോട്ടാണ് ഈ ഒരു അപേക്ഷ തയ്യാറാക്കുന്നത്. ഐ ഹാവ് റീസെൻ്റ്ലി കംപ്ലീറ്റഡ് മൈ ക്ലാസ് 12. ഞാൻ എൻ്റെ 12ാം ക്ലാസ് റീസെൻ്റ്ലി കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി ഇരിക്കുകയാണ്. ആൻഡ് ഹാവ് കീൻ ഇൻട്രസ്റ്റ് ഇൻ റീറ്റെയിൽ ഓപ്പറേഷൻസ് ആൻഡ് കസ്റ്റമർ സർവീസ്. ആൻഡ് അതുപോലെ തന്നെ എനിക്ക് റീറ്റെയിൽ ഓപ്പറേഷൻസിന് വളരെയധികം കീൻ എന്ന് പറഞ്ഞാൽ ഒരുപാടധികം ഇൻട്രസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ കസ്റ്റമർ സർവീസിലോട്ടും എനിക്ക് ഒരുപാടധികം ഇൻട്രസ്റ്റ് ഉണ്ട്. ഡ്യൂറിങ് സ്കൂൾ ഇവൻറ്റ്സ്, എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഐ ഹാവ് ഹാൻഡിൽഡ് രജിസ്ട്രേഷൻ കൗണ്ടേഴ്സ്, മാനേജർ ഇൻവെൻട്രി ഫോർ സ്റ്റാൾസ്. അപ്പോൾ നമ്മൾ NSSും മറ്റുള്ള സംഭവങ്ങളിലൊക്കെ സ്റ്റോൾസ് ഇട്ടിട്ട് നമുക്ക് അതിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് കൂടുതലും റീറ്റെയിൽ ട്രെയിനി ആയിട്ടൊക്കെ നിന്ന ഒരു എക്സ്പീരിയൻസ് ആണ് അവർക്ക് അതിൽ നിന്ന് ലഭിക്കുക. കസ്റ്റമറിനെ എങ്ങനെ ഡീൽ ചെയ്യാം, കസ്റ്റമറിനോട് എങ്ങനെ സംസാരിക്കാം, അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റോർ എങ്ങനെ നോക്കിക്കൊണ്ട് പോകാം എന്നൊക്കെയുള്ള സംഭവം അവർക്ക് അവരുടെ സ്കൂളിൽ നടന്ന പല ഇവൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദിസ് എക്സ്പീരിയൻസ്, ഇതാണ് ആളുടെ എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്നത്. ദിസ് എക്സ്പീരിയൻസ് ഹാസ് ഹെൽപ്ഡ് മീ ഡെവലപ്പ് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓർഗനൈസേഷണൽ സ്കിൽസ്. അപ്പോൾ എനിക്ക് നല്ലൊരു ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. I am confident that my energetic personality and willingness to learn will make me valuable addition to your team. അപ്പോൾ എന്നെ നിങ്ങളുടെ ടീമിലോട്ട് എടുക്കുകയാണെങ്കിൽ എൻ്റെ ഈ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി നിങ്ങളുടെ ടീമിൽ വളരെ വലിയൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നൊക്കെ നമ്മളെക്കുറിച്ച് തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ട് വേണം ക്ലോസിംഗ് പാരഗ്രാഫിലോട്ട് വരാൻ. അപ്പോൾ ക്ലോസിംഗ് പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത് പ്ലീസ് ഫൈൻഡ് മൈ റെസ്യൂമേ അറ്റാച്ച്ഡ് ഫോർ യുവർ റെഫറൻസ്. അപ്പോൾ എൻ്റെ താഴെ കൊടുത്തിട്ടുള്ള റെസ്യൂമേ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഞാൻ ഏത് നേരത്ത് വിളിച്ചാലും, അതായത് ഇൻ്റർവ്യൂവിന് വരാനായിട്ട് ഞാൻ കൺവീനിയൻ്റ് ആണ് എന്നുള്ളതാണ് ആ ഒരു ഫൈനൽ പാരഗ്രാഫ് അല്ലെങ്കിൽ ക്ലോസിംഗ് പാരഗ്രാഫിൽ കൊടുക്കേണ്ടതുണ്ട്. ഫോർവേഡ് ഫോർ യുവർ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ താങ്ക്സ് ഫോർ കൺസിഡറിങ് മൈ ആപ്ലിക്കേഷൻ, എനിക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിന് താങ്ക് യു ഒക്കെ പറഞ്ഞുകൊണ്ട് യുവർ സിൻസിയർലി നമ്മളെ പേര്, സിഗ്നേച്ചർ. ഇതാണ് ജോബ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 സാമ്പിൾ ജോബ് ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും നന്നായി വായിച്ചു നോക്കുക. അതിൽ നിന്ന് തന്നെ നമുക്ക് ജോബ് ആപ്ലിക്കേഷൻ എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് ക്ലിയർ ആവുന്നതാണ്. സോ ഇത്രയാണ് ഈ ഒരു ജോബ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുള്ളൂ.
താങ്ക് യു.